ഇന്നത്തെ കറി എന്ന് പറയുന്നത് നെത്തോലിയും ചക്കക്കുരും കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നെത്തോലിയും ചക്കക്കുരും കൂടെയുള്ള കറി തയ്യാറാക്കാനായിട്ട് നെത്തോലി ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചക്കക്കുരു കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇത് മതി. ഇനി നെത്തോലി ഇതിൻ്റെ പകുതിയേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ചക്കക്കുരു ഒരു കറിച്ചട്ടിയിലേക്കിട്ട് അടുപ്പിലോട്ട് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു മുറി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു നുള്ളു ഉലുവാപ്പൊടി. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുത്താലും മതി. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ കൂടെ ഇട്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പുളി, ആവശ്യത്തിന് പുളി. അപ്പോൾ ഞാൻ ഇത്ര പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഇവിടെ പകുതി വെന്തിട്ടുണ്ട്, എന്നാലും ഈ തവി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുത്തി മുറിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അരപ്പൊഴിക്കുമ്പോഴത്തേക്ക് അതും കൂടെ കിടന്ന് വെന്തോളും. ഞാൻ ഇവിടെ അരപ്പ് തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്, അത് ഈ ചക്കക്കുരുവിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വേവിക്കാം. ഇപ്പോൾ മീനിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നില്ല, എന്നാലും ചൂടായിട്ടുണ്ട്. തിളയ്ക്കണമെന്നില്ല, ഇതിൻ്റെ അകത്ത് മീനിട്ട് തിളപ്പിക്കാം. ഇനി ഇത് അടച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് വറുക്കാം. അതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി, എന്നാലും 1 ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് മൂപ്പിക്കാം. ഇനി തീ ഓഫാക്കി ഈ കടുക് വറുത്ത സാധനം നമുക്ക് വെന്ത് കിടക്കുന്ന ചക്കക്കുരു കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പം നല്ലൊരു കറിയാണ്. തീ ഓഫാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി വെക്കണം. ചക്കക്കുരും നെത്തോലിയും